ശ്രീരാമസേവാ സമിതി സത്സംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാൽമീകി രാമായണ പാരായണ യജ്ഞത്തിന് ധന്യമായ തുടക്കം. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് സമാരംഭം കുറിച്ച് ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രോജ്വലനം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മാവുങ്കാൽ ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്കാൽ ഇതിഹാസ കാവ്യഗ്രന്ഥമായ വാൽമീകി രാമായണ പാരായണ യജ്ഞവും അനുബന്ധ പ്രഭാഷണ പരിപാടികളും നടത്തുന്നത്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് സമാരംഭം കുറിച്ച് ബുധനാഴ്ച അതിരാവിലെ 6:30 ക്ഷേത്രം തന്ത്രിവര്യനും സമിതിയുടെ സംയോജകനുമായ ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രോജ്വലനം നടത്തി. തുടർന്ന് സമിതി അംഗങ്ങൾ രാമായണ മഹാത്മ്യം മുതലുള്ള സർഗ്ഗങ്ങൾ വായിച്ച് സമർപ്പിച്ചു. സംസ്കൃത പണ്ഡിതനും ഭാഗവതാചാര്യരുമായ ബ്രഹ്മശ്രീ TK രാധാകൃഷ്ണൻ നമ്പൂതിരി ആധ്യാത്മിക രാമായണത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തി. വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ മൂർത്തി സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തി, സീതാപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രമൂർത്തി ഭരത ശത്രുഘ്നന്മാരോടും സീതാദേവിയോടും ഹനുമാനോടും കൂടി വിരാജിക്കുന്ന ശ്രീരാമചന്ദ്രമൂർത്തി, ആ മൂർത്തിയെ സ്മരിച്ചാൽ തന്നെ എന്തുണ്ട്, നമ്മുടെ സകല തരത്തിലുള്ള പാപങ്ങളും സകല തരത്തിലുള്ള വിഷമതകളും തീർന്ന് നമുക്ക് നല്ല നിലയിലെത്താൻ ഉള്ള ഒരേ ഒരു അയനം, അതാണ് രാമ അയനം രാമായണം. രാമന്റെ മാർഗം ഉപദേശിക്കുന്ന ഒരു ഭാഗം, ഒരു കാവ്യത്തിന്റെ ആദികാവ്യ സ്വരൂപം ശ്രീ രാമായണം. വിഷ്ണു സഹസ്രനാമ പാരായണവും നടന്നു. കാഞ്ഞങ്ങാട്ടെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ AC പത്മനാഭന് ആദരവ് നൽകി. എടമന ഈശ്വരൻ തന്ത്രിയും ഹരിഹരൻ നമ്പ്യാരും ചേർന്നാണ് ആദരവ് അർപ്പിച്ചത്. ഇതിനു പുറമെ പ്രഭാഷകനായ TP രാധാകൃഷ്ണൻ നമ്പൂതിരിയെയും ആദരിച്ചു. ശ്രീരാമ സേവാ സമിതി സത്സംഗം മാവുങ്കാലിലെ അംഗങ്ങളും ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. TP രാധിക ടീച്ചർ, സുമാ രാഘവൻ, രുക്മിണി ദാമോദരൻ, രാജേശ്വരിയമ്മ, ഹരിഹരൻ നമ്പ്യാർ, പഞ്ചായത്ത് അംഗം സജി കുന്നുമ്മൽ, ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാ മലയാള മാസവും ആദ്യത്തെ ബുധനാഴ്ചകളിലായിരിക്കും ഒരു വർഷക്കാലം തുടരുന്ന വാൽമീകി രാമായണ യജ്ഞം നടക്കുകയെന്നും സമിതിയുടെ സാരഥികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.